Earn Marks, your perfect learning partner. എന്താണ് ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്? പാർലമെന്റ് ഓഫ് ഇന്ത്യ. പാർലമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റ് അല്ലെ, മെയിൻ ആയിട്ട് നമ്മുടെ ലോകസഭ, രാജ്യസഭ, അവരുടെ അധികാരങ്ങള്, അതുപോലെ തന്നെ ബില്ല് അല്ലെ, ഏതൊക്കെ തരം ബില്ലുകളാണ്, ബഡ്ജറ്റ് എന്താണ്, എങ്ങനെയാണ് ഒരു ബില്ല്, എത്ര ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് ഈ പാഠത്തിൽ എന്ത് ചെയ്യുന്നത് പറഞ്ഞത്. ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ, വലിയ വലിയ ഭാഗങ്ങളൊന്നും അല്ല കേട്ടോ. സോ നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റിലേക്ക് കടക്കാം. കേരളത്തിൽ നിന്നുള്ള എത്ര അംഗങ്ങളാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോകസഭയിൽ 20 അംഗങ്ങളും രാജ്യസഭയിൽ 9 അംഗങ്ങളുമാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയിട്ടുള്ളത്. ലോകസഭയിലേക്ക് ആയിക്കോട്ടെ, രാജ്യസഭയിലേക്ക്. ലോകസഭയിലേക്ക് എത്ര ആൾക്കാരാണ്? 20 ആൾക്കാർ. രാജ്യസഭയിലേക്ക് എത്ര ആൾക്കാരാണ്? 9 ആൾക്കാരാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് വിവിധ തരം ബില്ലുകൾ. നമുക്ക് അറിയുന്ന ചില ബില്ലുകൾ ഉണ്ട്. എന്ത്? ധനബില്ല്, സാധാരണ ബില്ല്, ഭരണഘടനാ ഭേദഗതി ബില്ല്, ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന ബില്ല. എല്ലാത്ത ബില്ലുകളുണ്ട്. നോക്കാം, ശ്രദ്ധിക്കാം. ഫസ്റ്റ് നോക്കാം ഗവൺമെന്റ് ബില്ല്. ഗവൺമെന്റ് ബില്ല്. അടുത്ത ബില്ല് നോക്കാം ധനബില്ല്. എന്താ ധനബില്ല് എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മുടെ പൈസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ബില്ലാണ് ധനബില്ല്. സാധാരണ ബില്ല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സാധാരണ ആയിട്ടുള്ള കുറച്ചൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബില്ല്, വലിയ ഇമ്പോർട്ടന്റ് ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ ബില്ല്. ഓക്കെ, പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല്. പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മുടെ മന്ത്രിമാരല്ലാത്തവരൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ബില്ല്. അടുത്തത് ധനേതര ബില്ല്. ധനേതര ബില്ല് ആണെങ്കിൽ പണസംബന്ധമല്ലാത്ത ബില്ലുകൾ ഉണ്ടാവില്ല, അതാണ്. അടുത്ത ബില്ലാണ് ഭരണഘടനാ ഭേദഗതി ബില്ല്. അങ്ങനെ 6 ടൈപ്പ് ബില്ലുകളാണ് മെയിൻ ആയിട്ട് നമുക്ക്. ജസ്റ്റ് എന്താ ബില്ലുകൾ, എന്താ ഏതുതരം ബില്ലുകൾ, അത്രയേ ഉള്ളൂ. അതിൽ വല്ലാണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നുമില്ല. ഓക്കെ, നമുക്ക് പാർലമെന്റിൽ 2 തരം സഭകളുണ്ട്. ഏതൊക്കെയാണ് 2 സഭകള്? ഒന്ന് ലോകസഭയും രാജ്യസഭയും അല്ലെ. നമുക്ക് ഓൾറെഡി അറിയുണ്ടാവും, നമ്മൾ ആദ്യമേ കേട്ടിട്ടുള്ളതാണല്ലേ ലോകസഭ, രാജ്യസഭ എന്നൊക്കെ മറ്റുള്ളത്. ഓക്കെ, അതിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് രാജ്യസഭയില് നമ്മൾ മെയിൻ ആയിട്ട് വൈസ് പ്രസിഡന്റ് സെലക്ട് ചെയ്യുന്നതൊക്കെ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ആർ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ലോകസഭ. ലോകസഭയെ കുറിച്ചാണ്. ലോകസഭയുടെ അധികാരങ്ങളും ചുമതലകളും എന്തെല്ലാമായിരിക്കും ലോകസഭയുടെ അധികാരങ്ങളും ചുമതലകളും? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകസഭയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതെ, നിയമം നിർമ്മിക്കുക. നമുക്കറിയാമല്ലേ നിയമം നിർമ്മിക്കുന്ന എങ്ങനെയാണ്? ലോകസഭയാണ്. ശ്രദ്ധിക്കുക, ലോകസഭയുടെ അധികാരങ്ങൾ ഓരോ പോയിന്റ് ആയിട്ട് നമ്മൾ പറയാൻ പോവാണ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? നിയമനിർമ്മാണം എവിടെയാണ് നടക്കുന്നത്? ലോകസഭയിലാണ് നടക്കുന്നത്. അടുത്തത് എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യാണ്? കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ലോകസഭയാണ്. മൂന്നാമത്തെ പോയിന്റ് വെക്കാം, സാമ്പത്തികമായിട്ടുള്ള എന്തൊക്കെ ചുമതലകൾ നിർവഹിക്കുക. ഇപ്പൊ എന്തെങ്കിലും സ്റ്റേറ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക? കുറച്ച് ഫണ്ട് കൊടുക്കുക. അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ചുമതലകൾ. അടുത്ത് നോക്കാം പ്രാതിനിധ്യം. എന്തെങ്കിലുമൊക്കെ ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ അതിലൊരു പ്രാതിനിധ്യം കൊടുക്കുക. അഞ്ചാമത്തെ നോക്കാം ചർച്ചാപരമായിട്ടുള്ള ചുമതലകൾ. എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് ചർച്ച നമുക്ക് ആവശ്യമാവുന്ന സമയത്ത് എന്ത് ചെയ്യാം? ചർച്ച ചെയ്യുക, അതിന് കൂട്ടിയിരുന്നേക്കുക. ഇതൊക്കെ എന്താണ്? ലോകസഭയുടെ ചുമതലകളാണ്. അടുത്ത നോക്കാം ഭരണഘടനാപരമായിട്ടുള്ള ചുമതലകൾ. എന്തെങ്കിലുമൊക്കെ നിയമം നിർമ്മിക്കുക, അല്ലെങ്കിൽ എന്താണ് ഇപ്പോ ഇന്ന ആൾക്ക് അവകാശം നഷ്ടപ്പെടെ ആ ഒക്കെ സമയത്തൊക്കെ എന്ത് ചെയ്യാണ്? ഒരു ചർച്ച അല്ലെ, ഭരണഘടനാപരമായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുക. അതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് തെരഞ്ഞെടുപ്പ് ചുമതലകൾ അല്ലെ, ഇലക്ഷനുമായി സംബന്ധിച്ചിട്ട് ആരൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യണം, എങ്ങനെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യണം എന്നൊക്കെ കുറിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് ചുമതലകൾ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം നീതിന്യായ ചുമതലകൾ. എന്താണ്? കോടതിയിൽ നടപ്പിലാക്കുന്ന ലോവും കാര്യങ്ങളും കറക്റ്റ് ആയിട്ടുള്ളതാണോ എന്നതൊക്കെ നോക്കുന്നതാണ് ഏത്? നീതിന്യായ ചുമതലകൾ. അപ്പൊ നമ്മൾ 8 ചുമതലകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ ചുമതലകൾ? ഒന്ന് നിയമനിർമ്മാണം, 2 എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യുക. 3 എന്താണ്? സാമ്പത്തിക ചുമതലകൾ, പ്രാതിനിധ്യം, ചർച്ചാപരമായിട്ടല്ലേ, അതുപോലെ ഭരണഘടനാപരമായിട്ടുള്ള ചുമതലകൾ, തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ നടത്താനുള്ള ചുമതലകൾ. നെക്സ്റ്റ് നീതിന്യായ ചുമതലകൾ അല്ലെ, കോടതികൾ അല്ലെ, അതൊക്കെ മെയിൻ ആയിട്ട് നോക്കുക. അത്രയൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഒരു ചുമതലകൾ എന്താന്ന് പറയുമ്പോൾ ആ ഒരു 8 ചുമതല പറഞ്ഞു കൊടുക്കുക. അത് സിമ്പിൾ ആണ്, അത് മെയിൻ ആയിട്ട് പഠിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് നമ്മൾ പറയാൻ വന്നേ പാർലമെന്റിന്റെ 2 സഭകളുടെ പ്രവർത്തനങ്ങളുടെ ബന്ധം എന്ത് ചെയ്യുക? വിശദീകരിക്കാന്ന്. നമുക്കറിയാം പാർലമെന്റ് 2 തരം സഭകളാണ്. ഒന്ന് ലോകസഭയും അതുപോലെ രാജ്യസഭയും. അതില് ലോകസഭയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്തൊക്കെ അധികാരങ്ങളാടാ? യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും വിഷയങ്ങൾ ഉൾപ്പെടുന്ന എന്താണ്? നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കുണ്ടടാ? ലോകസഭയ്ക്ക് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് അതാണ്. ഏത്? യൂണിയൻ ലിസ്റ്റിലായിക്കോട്ടെ കൺകറന്റ് ലിസ്റ്റിലായിക്കോട്ടെ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കാണ്? നമ്മുടെ ലോകസഭയ്ക്കാണ്. അടുത്തത് ധനബില്ല് കൈകാര്യം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ലോകസഭയ്ക്കാണ് അല്ലെ.
നമ്മൾ വിചാരിക്കും രാജ്യസഭ ഇല്ലേ കുറച്ചും കൂടി ഹൈ സഭ, പിന്നെ എന്തുകൊണ്ടാണ് രാജ്യസഭയ്ക്ക് അത്ര ഇതില്ലാത്ത? ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കണ്ട നെക്സ്റ്റ് ശ്രദ്ധിക്കുക പോയിന്റ് ഒക്കെ, ധനബില്ലും ധനേതര ബില്ലും അവതരിപ്പിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നു. കൂടുതൽ ധനബില്ല് എവിടെയാണ് മെയിൻ ആയിട്ട് അവതരിപ്പിക്കുന്നത്? ലോകസഭയിലാണ് കേട്ടോ. അപ്പൊ ധനബില്ല് ആയിക്കോട്ടെ ധനേതര ബില്ല് ആയിക്കോട്ടെ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കാണ്? ലോകസഭയ്ക്കാണ്. കൂടുതൽ ഇമ്പോർട്ടന്റ് പവർ കൊടുക്കുന്ന ആർക്കാണ്? ലോകസഭയ്ക്കാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നികുതി ചുമത്തുക, അതുപോലെ ബഡ്ജറ്റ്, വാർഷിക സാമ്പത്തിക കണക്കുകൾ എന്നൊക്കെ പ്രമേയം അവതരിപ്പിക്കുന്ന എവിടെയാണ്? ലോകസഭയിലാണ് അല്ലെ. പിന്നെ ടാക്സ് എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. അല്ലെങ്കിൽ എന്താ പറയുന്നത്? ബഡ്ജറ്റ് അവതരിപ്പിക്കുക. ധനകാര്യമന്ത്രി അല്ലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുക. അല്ലെങ്കിൽ വാർഷിക സാമ്പത്തിക കണക്കുകൾ, വർഷാവർഷം ഓരോ സ്റ്റേറ്റുകളുടെ സാമ്പത്തിക കണക്കുകൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നത്? പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്ന എവിടെയാണ്? ലോകസഭയിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. ചോദ്യങ്ങൾ, ഉപചോദ്യങ്ങൾ, പ്രമേയങ്ങൾ, അവിശ്വാസ പ്രമേയം തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്യുക? എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുക അല്ലെ. അവരെ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇന്ന തെറ്റാണ് ഇന്ന ശരിയാണ്. ആ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ലോകസഭയാണ്. അത് നെക്സ്റ്റ് പറയുന്ന പോയിന്റ് ഭരണഘടനാ ഭേദഗതി അല്ലെ. നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്തെങ്കിലും ഭേദഗതി വരുത്താൻ ആവശ്യമായിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ വോട്ടൊക്കെ ഇടാന്ന് വിചാരിക്കോ, അല്ലെങ്കിൽ ഇത് ഇന്ന സെറ്റ് അല്ല, ഇന്ന അവകാശം നഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനെ ഭരണഘടന ഇതിൽ ഭേദഗതി വരുത്തണം എന്നൊക്കെ പറയുന്നത് ഭേദഗതി ചെയ്യുന്ന ഏതാണ്? ലോകസഭയ്ക്കാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അടുത്ത് നോക്കാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, കേന്ദ്ര ഗവൺമെന്റിന്റെ കൺട്രോളിലാണ് ആര്? പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ലോകസഭയുടെ നെക്സ്റ്റ് ചുമതല. പിന്നെ പറയുന്നത് എന്താണ്? സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ എന്ത് ചെയ്യുക? നീക്കം ചെയ്യുക എന്നുള്ള ആർക്ക് അധികാരമുണ്ട്? ലോകസഭയ്ക്ക് അധികാരമുണ്ട് അല്ലെ. അതുപോലെ കമ്മിറ്റി കമ്മീഷനുകളൊക്കെ എന്ത് ചെയ്യുക? നിയമിക്കുക. അവിടെ റിപ്പോർട്ടുകൾ കറക്റ്റ് ആയിട്ട് നോക്കുക. ഇതൊക്കെ ആരുടെ അധികാരങ്ങളാണ്? ലോകസഭയുടെ അധികാരങ്ങളാണ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഏതാണ്? യൂണിയൻ ലിസ്റ്റും അതുപോലെ കൺകറന്റ് ലിസ്റ്റുകൾ എന്ത് ചെയ്യുക? നമുക്ക് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുണ്ട്. ധനബില്ലും ധനേതര ബില്ലും, അടിയന്തരാവസ്ഥ അല്ലെ. അതുപോലെ തന്നെ പിന്നെ നെക്സ്റ്റ് നികുതി ചുമത്ത, ബഡ്ജറ്റ്, അതുപോലെ തന്നെ ചോദ്യങ്ങളൊക്കെ അല്ലെ. നമ്മളെ എക്സിക്യൂട്ടീവ് എന്ത് മാക്സിമം എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും സെലക്ട് ചെയ്യുക. സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുക. കമ്മീഷന്മാരൊക്കെ എന്ത് ചെയ്യുക? നിയമിക്കുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്? ലോകസഭയുടെ അധികാരങ്ങളിൽ പെടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ലോകസഭയുടെ അധികാരങ്ങളാണ്. ഈ നെക്സ്റ്റ് പറയാൻ പോകുന്ന നോക്കടാ, രാജ്യസഭയുടെ അധികാരങ്ങൾ എന്താണല്ലേ? പവേഴ്സ് ഓഫ് രാജ്യസഭ. എന്തൊക്കെ അധികാരങ്ങളാണ് രാജ്യസഭയ്ക്കുള്ളത്? ഓക്കെ, ശ്രദ്ധിക്കാം. ഫസ്റ്റ് പോയിന്റ്, ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ധനബില്ലുകൾക്ക് എന്ത് ചെയ്യുന്നു? ഭേദഗതി നിർദ്ദേശിക്കുന്നു. ഈ ധനബില്ലിൽ കൈകാര്യം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ലോകസഭയ്ക്കാണ് എന്തുള്ളത്? പവർ ഉള്ളത്. രാജ്യസഭയ്ക്ക് വലിയ പവർ ഇല്ല. അപ്പൊ പറയുന്ന ഫസ്റ്റ് പോയിന്റിൽ നിങ്ങൾക്ക് മനസ്സിലാകും ധനേതര ബില്ലുകൾ എന്ത് ചെയ്യടാ? പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷെ ധനബില്ലിൽ എന്ത് ചെയ്യുന്നു? ഭേദഗതികൾ നിർദ്ദേശിക്കാനേ അധികാരമുള്ളൂ. രാജ്യസഭയ്ക്ക് അധികാരമുള്ളൂ. അടുത്ത് നോക്കാം. ചോദ്യങ്ങൾ ചോദിച്ചും പ്രമേയങ്ങൾ അവതരിപ്പിച്ചും എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുന്നു. ഈ സെയിം പോയിന്റ് തന്നെ ഇതിലുണ്ട്, ലോകസഭയിലും ഉണ്ട്. അപ്പൊ അത് രണ്ടും സെയിം ആയൊന്നുമില്ല. ജസ്റ്റ് പ്രമേയങ്ങളെ എക്സിക്യൂട്ടീവിനെ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കാം. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവരെ സെലക്ട് ചെയ്യുന്നതിനും നീക്കം ചെയ്യുന്നതിനും എന്ത് ചെയ്യുന്നു? പങ്കെടുക്കുന്നു. സെയിം പോയിന്റ് തന്നെ ഏതിലും പറയുന്നുണ്ട്? ലോകസഭയിലും പറയുന്നുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യാണ്? നിയമിക്കുന്നതിനൊക്കെ എന്ത് ചെയ്യുന്നു? ചർച്ചകളിൽ പങ്കെടുക്കുന്നു. ഓക്കെ, നമ്മളെ ഉപരാഷ്ട്രപതി നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? രാജ്യസഭയ്ക്കാണ്, അല്ലാണ്ട് ലോകസഭയ്ക്കല്ല. Earn Marks, your perfect learning partner.